നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കോടതി ഉത്തരവുകളും ഒക്കെ വന്ന ദിവസമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള ദിവസമുണ്ടെങ്കിലും ആദ്യം നമുക്കൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പരാമർശിക്കാതെ ഒരിക്കലും ലൂസ് ടോക്കിൻ്റെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. അത് TP കേസിൽ ഹൈക്കോടതി അവരുടെ ശിക്ഷ ഉയർത്തി എന്നുള്ളതാണ്. വധശിക്ഷ വിധിച്ചില്ലെങ്കിൽ പോലും അതിൽ കുറേ പേർക്ക് ഇരട്ട ജീവപര്യന്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാത്രമല്ല, അടുത്ത 20 വർഷത്തേക്ക് ഇവർക്ക് പരോളോ മറ്റു ഇളവുകളോ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. 44 അതെ ഈ ചിലരൊക്കെ പ്രായമുള്ളവരാണെങ്കിൽ പോലും ശിക്ഷ കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഉചിതമാണത്. കാരണം ഇതൊരു പാഠമാണ് രാഷ്ട്രീയ കേരളത്തിന്. രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുക എന്ന് പറയുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൊള്ളുന്നത് അപരിഷ്കൃതമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. അത് കോടതി അക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാടുകൾ എടുത്തോടുകൂടി നന്നായി. അത് വളരെ നല്ല തീരുമാനമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നമ്മുടെ സുഖവാസമൊക്കെ വെടിഞ്ഞ് അത്രയും കാലം ജയിലിൽ വേറെ അങ്ങനെ അതെ ഇവരെല്ലാം കൂടെ ചേർന്ന് ജയിലിൽ വേറൊരു ഒരു വലിയ ആഡംബര ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് എല്ലാ ഇളവുകളും കിട്ടില്ല. കോടതിക്ക് ജയിലിനകത്ത് വെളിയിറങ്ങാൻ പറ്റില്ലല്ലോ. ഈ നാഴിക 40 വട്ടം പരോളിറങ്ങുമായിരുന്നു ഇവരെല്ലാവരും. പരോളിറങ്ങി കല്യാണം കഴിക്കുന്നവരുണ്ട്, പരോളിറങ്ങി കറങ്ങി കിടക്കുന്നവരുണ്ട്, പരോളിറങ്ങി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയവരുണ്ട് ഈ കൂട്ടത്തിൽ. നല്ലതാണ് അത്. സത്യത്തിൽ അതൊരു വളരെ നല്ല ഇതാണ്. കോടതി വിധി നമ്മളെല്ലാവരും സത്യത്തിൽ സ്വാഗതം ചെയ്യണം. കേരളത്തിലെ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്യണം. രാഷ്ട്രീയ എതിരാളികളെ കൊന്നുകൊണ്ടല്ല രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് TP കേസ്. ഒരു വർഷം കൂടിപ്പോയോ ഇത് അങ്ങനെ വാദിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള കാരണം ഒന്നുമില്ല. വെട്ടിക്കൊന്ന് കൊലപ്പെടുത്തി അത്രയും പ്രാകൃതമായ രീതിയിൽ കൊന്നതിന്റെ പകരമാവില്ല. എത്ര ശിക്ഷ നൽകിയാലും അതിന്. അതെ, സത്യത്തിൽ ഇവരെയൊക്കെ ഏകാന്ത തടവിൽ പാർപ്പിക്കേണ്ടതാണ്. വെളിയിറങ്ങി മനുഷ്യനെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കൊടുക്കണം. അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുമായിരിക്കും. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് പുറലോകം കാണാൻ എത്രയാണെന്ന് വെച്ചാൽ, കാരണം മറ്റന്നാണെങ്കിൽ പരോളെങ്കിലും ഉണ്ട്, ഇടയ്ക്ക് റിഫ്രഷ് മോഡെന്നെങ്കിലും. അതെ റിഫ്രഷ്മെന്റ് ആയിരുന്നു. ഇവർക്ക് റിഫ്രഷിങ് ആയിരുന്നു നിരന്തരമായി. തൽക്കാലം റിഫ്രഷ്മെന്റ് അതിന് നടപ്പില്ല. വളരെ നല്ല ഒരു കോടതി വിധിയായി നമുക്കിതിനെ കണക്കാക്കാം. അത് നമ്മൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും, ജനാധിപത്യ വിശ്വസിക്കുന്ന എല്ലാവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിനെ സ്വാഗതം ചെയ്യണം. ഒരു നല്ല വിധി തന്നെയാണ് തീർച്ചയായും. വാളെടുക്കുന്നവരൊക്കെ ഇനി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വാളെടുക്കും. പ്രധാന വിഷയമൊന്നുമല്ല. പ്രധാന വിഷയം പ്രധാനമന്ത്രി തന്നെയാണ്. അതല്ല, ഇത്തവണത്തെ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശനം എന്ന് പറയുന്നത് അതിലൊരു എന്താണ് പറയുക, രാഷ്ട്രീയ സന്ദർശനം മാത്രമല്ല. അത് നമ്മുടെ ശാസ്ത്ര ലോകത്തിന്, നമ്മുടെ കേരളത്തിനൊക്കെ സംബന്ധിച്ച് അങ്ങേറ്റം അതെയാണ്. എല്ലാ ISRയുടെ എല്ലാ വിജയകരമായ ഇത് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൈലന്റ് ആയിട്ട് എഴുതുന്നുണ്ട് VSSC തിരുവനന്തപുരം. പലപ്പോഴും ഇതിന്റെ ഏറ്റവും പ്രധാന മർമ്മം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ VSSC തുടങ്ങിയത് ഇവിടെയാണല്ലോ. തുടങ്ങിയത് തീർച്ചയായും. ഇത്തവണ പ്രധാനമന്ത്രി വന്നതും അതുപോലെ തന്നെ ഇത്രയും വിശിഷ്ട കാര്യങ്ങൾ നടത്തിയത് എല്ലാം തന്നെ ഒരു വലിയ ചരിത്രമാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രമാണ് നടക്കാൻ പോകുന്നത്. 2035 വലിയ രീതിയിൽ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് കേരളവും ഇപ്പോൾ. തീർച്ചയായും. മാത്രമല്ല അതിൽ 4 പേരെ തിരഞ്ഞെടുത്ത് നമ്മൾ ബഹിരാഷ്ട്രയ്ക്ക്, അതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളത്. അതിന് നയിക്കുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, പാലക്കാട് സ്വദേശിയാണ്. നമുക്ക് അങ്ങേറ്റ അഭിമാനമാണ്. നമ്മൾ പ്രാദേശികവാദം പറയുന്നതല്ല, എങ്കിലും ഒരു മലയാളി തന്നെ അതിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനം പോരുന്നു. അത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നതിന് അത് പ്രഖ്യാപിച്ചു, കേരളത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കത് കൂടുതൽ സന്തോഷകരമായുള്ള കാര്യമാണ്. അതെ തീർച്ചയായും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴെല്ലാം നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരാളുണ്ട്. വിക്രം സാരാഭായി. സാക്ഷാൽ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ അതിൻ്റെ ആ മേഖലയുടെയൊക്കെ തന്നെ പിതാവെന്ന് പറയാവുന്നുള്ള വിക്രം സാരാഭായി. അദ്ദേഹം അന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തെ പലരും കളിയാക്കിയിരുന്നിരിക്കാം ഇതുപോലെ. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടതിനേക്കാളും വലിയ ലോകത്തേക്ക് നമ്മൾ കടന്നുപോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ശിഷ്യന്മാർ അല്ല, ഈ നമ്മളൊന്നും ഓർക്കുക, അങ്ങേറ്റം പരിമിതിയിൽ നിന്നാണ് നമ്മൾ ഇത്രയും ആയത്. നമ്മൾ സൈക്കിളിൻ്റെ പുറകെ വെച്ച് കെട്ടിക്കൊണ്ടാണ് ആദ്യത്തെ റോക്കറ്റ് നമ്മൾ കാലാവസ്ഥ നിരീക്ഷിക്കാനൊക്കെ ഉള്ളത് അയക്കാൻ കൊണ്ടുപോയത്. ആ നിലയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്തൊരു വലിയ നിലയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സത്യം ഭയങ്കര ഒരു അഭിമാനമാണ്. അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് അവരെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവരെ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിന് ഇവരാണ് ബഹിരാകാശത്ത് പോകുന്നത്. ഇവർ 2021 മുതൽ തന്നെ ഇവർ പരിശീലനം നടത്തുന്നവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബഹിരാകാശത്ത് പോകുക എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ കയറി പോകും പോലെ അല്ല. ഇതിൻ്റെ പരിശീലനം വളരെ ഭയങ്കര റിഗറസ് ആയിട്ടുള്ള പരിശീലനമാണ്, കഠിനമാണ്.
നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള കുറെ പരിശീലനം ഉം. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഉം. സർവൈവൽ വരെ അതുവരെ പഠിപ്പിക്കും. കാരണം ഉം. അത്രയും ദുർഘടമായ സ്റ്റേജിൽ എത്തിച്ച് ഉം. നമുക്ക് ചിലതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പരിധിയും ചിലപ്പോൾ നമുക്ക് വല്ലാതെ ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും, ചിലപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ പല ദുർഘടമായ കാര്യം നമ്മുടെ പല ശരീരം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചതിനുള്ള പല ഘട്ടങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യാം അതിന്റെ കൂടെ പരിശീലനം നൽകിയ ശേഷമാണ് ഇത്രയും, അതുകൊണ്ടാണ് ഇത്രയും നീണ്ടു നിൽക്കുന്നത്. അതിലെ പ്രത്യേക വ്യായാമ മുറകൾ ഇവരെ ചെയ്യുന്നുണ്ട്. യോഗയൊക്കെ കാണും, ഉൾപ്പെടെയുള്ള ശ്വാസമൊക്കെ ബാലൻസ് ചെയ്യാനുള്ള കൺട്രോളുള്ള കുറെ സംഭവങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എത്രയോ വർഷത്തെ പരിശീലനം കിട്ടിയതിനു ശേഷം മാത്രമേ ഇവരെ എത്രയും സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം, അതുപോലെ തന്നെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടില്ല, തിരിച്ച് അത് അഭിമാനപൂർവ്വം തിരിച്ചു വരാം എന്നുള്ള ഉറപ്പുണ്ടായിട്ട് മാത്രമേ ഇവരെ പറഞ്ഞു. അത് ഞാനിന്ന് യാർച്ചയായിട്ട് ഈ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബഹിരാഷ്ട്ര പോയി ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണല്ലോ. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ റഷ്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യക്കാരനെ. അന്ന് റഷ്യയുടെ പ്രതാപകാലം USSR ആണ്. അപ്പോൾ അവരാണ് ഇത്തരം ഈ ബഹിരാകാശ മേഖലയിൽ നമുക്കെല്ലാം സഹായം ചെയ്തു തരുമായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരനെ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് അവരെ വാഹനത്തിൽ. അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പമായിരുന്നു, ഇത് എങ്ങനെ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഞാൻ 1980 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുടെ സമയത്ത് ഇങ്ങനെ റഷ്യക്കാരെ പറയുമ്പോൾ അന്ന് ഇതിൻ്റെ ചുമതലയുള്ള ആളുകളെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ആ കൺഫ്യൂഷൻ, ഇത് ആരെയാണ് ഇതങ്ങോട്ട് അയക്കേണ്ടതെന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അന്നാണ് ചിന്തിച്ചത് നമുക്ക് എയർഫോഴ്സിലെ പൈലറ്റുമാരെ തന്നെ ആദ്യം പരീക്ഷിക്കുക. അങ്ങനെയാണ് രാകേഷ് ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം അദ്ദേഹത്തിനൊപ്പം തന്നെ രവീഷ് മൽഹോത്ര എന്ന് പറഞ്ഞ വേറൊരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ തന്നെ. ഇവർക്ക് രണ്ടുപേർക്കും റഷ്യയിൽ ഇവരുടെ ഈ പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് അതിഭയങ്കരമായ തണുപ്പൊക്കെ ഉള്ള വല്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അറ്റം അവരെ യാതന അനുഭവിച്ചാണ് അവരെ പരിശീലനം പൂർത്തിയാക്കി. പക്ഷേ അന്ന് ഒരു കണ്ടീഷനുണ്ട്, ഇവരിൽ ഒരാളെ പോവുകയുള്ളൂ എന്നുള്ളത്, രണ്ടുപേരുണ്ടെങ്കിൽ പോലും. അവസാനം രാകേഷ് ശർമ്മയ്ക്കാണ് പോകാനുള്ള ഭാഗ്യം ലഭിച്ചത്. പക്ഷേ വായിച്ച ലേഖനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, രവീഷ് മൽഹോത്ര അതിൽ യാതൊരു തരത്തിലുള്ള വിഷമോ പ്രതിഷേധമോ ഒന്നും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അവസാനം വരെ രാകേഷ് ശർമ്മയ്ക്ക് എല്ലാ പിന്തുണയുമായി അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. രാകേഷ് ശർമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഊട്ടിയിൽ കുന്നൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നമുക്കൊരു മാത്രമല്ല അന്ന് വളരെ പ്രശസ്തമായൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ അവിടെ സ്പേസിൽ നിൽക്കുമ്പം അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണ് നേരിട്ട് ദൂരദർശനിൽ. അപ്പം ഇന്ദിരാഗാന്ധി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് തോന്നുന്നു അവിടെ നോക്കുമ്പോൾ, മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു സാരേ ജഹാംസെ അച്ഛാന്ന്. അതൊരു വലിയൊരു സംഭവമായിരുന്നു റേഡിയോയിലും ടെലിവിഷനിലും. അന്ന് ടെലിവിഷൻ്റെ തുടങ്ങി ദൂരദർശൻ മാത്രമുള്ള ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെ അന്ന് പക്ഷേ നമ്മൾ പോയത് റഷ്യക്കാരുടെ കെയർ ഓഫിലാണ്. ഇനി അങ്ങനെയല്ല, ഇനി നമ്മൾ സ്വന്തം വണ്ടി കയറി പോവുകയാണ്. മറ്റേ ഇന്നസെൻ്റ് സിനിമ പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരുമെന്ന് പറയും പോലെയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി പോവുകയാണ്. നമ്മളിപ്പോ അതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം പണ്ട് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പ് വന്നിട്ട്, കാരണം മാത്രമല്ല ഇതിനകത്ത് ISROയുടെ ഒരു കാര്യം പറയേണ്ടത്, നമുക്ക് ഈ അവസാന വർഷങ്ങൾ ഒരു ഗിയർ ചേഞ്ച് ചെയ്തതിന്റെ അവസ്ഥയാണ്. കാരണം പെട്ടെന്നൊരു മാറ്റമാണ് ISROയെ സംബന്ധിച്ച്, ചരിത്രപരമായ ഒരു മാറ്റം എന്ന് പറയാം. പെട്ടെന്നായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വിജയകരമായ എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞു. ഇപ്പം അവസാനം തന്നെ ചന്ദ്രയാൻ 3 അതുപോലെ തന്നെ ഒരുപാട് അഗ്നി അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ട് സൂര്യന്റെ അതിനുശേഷം ഗഗൻയാൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ പോകുന്നു. ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല, കാരണം ISRO നടത്തുന്നത് നല്ലൊരു ജന പിന്തുണയുണ്ട്, അതിനായിട്ടുള്ള നല്ലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട്, എല്ലാം കൊണ്ടും ശക്തമാണ് ഇപ്പോൾ ഇന്ത്യ. കാരണം പണ്ടത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് തുല്യമായിട്ടാ പറയാം. പണ്ട് അമേരിക്കയ്ക്ക് പിന്നിലാണ്, ഇപ്പൊ അമേരിക്ക അവരുടെ ഇപ്പോ നമുക്കറിയാം ലൂണ പോലുള്ള സംഭവങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോയപ്പോഴും ഇപ്പോഴും നമ്മളിപ്പോൾ PSLV വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഏതെല്ലാം രാജ്യങ്ങളിലെ ഒപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്കൊരു ഭയങ്കര കാര്യമാണ്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തെ അന്ന് ഈ തമാശ പരിപാടികൾ ഇങ്ങനെ പരിപാടികൾ അല്ലെങ്കിൽ പൊതു ഉത്സവ സ്ഥലത്തൊക്കെ അവതരിപ്പിക്കും, മിമിക്രി പോലെ. അന്ന് തന്നെ ഹാസ്യകലാ പ്രകടനം മറ്റാണ് അതിൻ്റെ പേര്, ഈ മിമിക്രി എന്നല്ല എൻ്റെ പേര്. അപ്പോൾ ഇവർ പലരും അന്ന് കളിയാക്കാറുണ്ട് ഉള്ളത് നമ്മുടെ ഇന്ത്യ റോക്കറ്റ് അയക്കുന്നതിനെ കുറിച്ചാണ്. ഇതങ്ങോട്ട് പോയി അതേ സ്പീഡിൽ തിരിച്ചു വരുന്ന രീതിയിലാണ് അന്ന് പലപ്പോഴും ഈ തമാശയ്ക്ക് പറയുമായിരുന്നു. പക്ഷേ അതൊക്കെ മാറി എന്ന് മാത്രമല്ല, നമ്മുടെ സങ്കല്പത്തിൻ്റെ ഒക്കെ എത്രയോ അപ്പുറത്തുള്ള ലോകത്ത് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ബഹിരാകാശ മേഖലയിൽ. അതിന് ഏറ്റവും വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് മറ്റുള്ള അവര് കാണിക്കുന്ന ആഡംബരമൊന്നും നമ്മൾ കാണിക്കില്ല. മര്യാദയ്ക്ക് ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിന്റെ ഒരു ചിലവില്ല, അല്ലെങ്കിൽ ബോളിവുഡ് സിനിമ എടുക്കുന്ന ചിലവില് ചുമ്മാ പോവുകയാണ്. അത് വലിയ ആഡംബരം ഒന്നുമില്ലാതെ, അതാണ് എല്ലാവരും അതിശയത്തോടെ നോക്കുന്നത്. ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് കാരണം അവരെ സംബന്ധിച്ചത് ഒരു നല്ല കാര്യമാണ്. കാരണം അവർക്കൊരു ഇതുപോലൊരു സാധനമായിട്ട് എത്തിക്കണമെങ്കിൽ കുറെ ചിലവുകളുണ്ട്. അതിന്റെ പകുതിയുടെ പൈസ പോലും അവന്റെ പോണന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ കൊണ്ടുപോകുന്ന കൊടുത്തയക്കുകയല്ലേ.
അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യക്കാർക്ക് ഇത് ഇന്ത്യ എപ്പോ വിടുന്നു, ഇതുപോലത്തെ എന്തൊക്കെ ചെയ്യുന്നുള്ള കാത്തിരിക്കുക, എന്താണ് ചെയ്യുന്നത്, ചെലവ് കുറഞ്ഞ എങ്ങനെയാണ്. അതെ 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 മാത്രമല്ല ബുദ്ധിക്കാണ് ഇവിടെ അതെ പ്രാധാന്യം. മാത്രമല്ല നമുക്ക് അഭിമാനത്തോടെ എപ്പോഴും പറയാം, നമ്മൾ ഒരുപാട് മലയാളികൾ ISRO തലപ്പത്ത് ഇരുന്നു. ഇപ്പം പിന്നെ ഇപ്പോഴത്തെ ISRO ചെയർമാൻ സോമനാഥ്, അദ്ദേഹം മലയാളിയാണ്. അതുപോലെ നേരത്തെ ഡോക്ടർ മാധവൻ നായർ, അതുപോലെ K രാധാകൃഷ്ണൻ, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് അവൻ്റെ തലപ്പത്തും പ്രധാനപ്പെട്ട, പിന്നെ അബ്ദുൽ കലാം, അദ്ദേഹം തമിഴ്നാട് സ്വദേശമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മലയാളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള എത്രയോ പേര് നയിച്ച ഒരു ഇതാണെന്ന്, അത് നമുക്ക് ഭയങ്കര ഒരു അഭിമാന നിമിഷമാണ് ശരിക്കും പറഞ്ഞത്. മാത്രമല്ല ഈ സർക്കാരിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ സർക്കാരെല്ലാം തന്നെ ഇത്തരം ബഹിരാകാശ മേഖല, ഇത്തരം ശാസ്ത്ര സാങ്കേതികമായ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി വലിയ താല്പര്യം എടുക്കുന്നുണ്ട്. വളരെ എനിക്ക് വിഷമകരമായിട്ട് കാര്യം തോന്നുന്നത്, ഇതിനെ അവർ പറയുന്നത് രാഷ്ട്രീയ കളികൾ കളിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് പ്രധാനമന്ത്രി ഇതിനപ്പുറം ആരാണ് വരേണ്ടത്? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കേണ്ടതേ ഇല്ല. പ്രധാനമന്ത്രി വരുന്നു, ഇതിപ്പോ കേരളത്തിൽ അദ്ദേഹത്തിന് വരേണ്ട ആവശ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നേരിട്ടെത്തി അദ്ദേഹം ഇങ്ങനെ ഒരു ചരിത്രപരമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ്, ലോകശ്രദ്ധ നേടേണ്ട കാര്യം തന്നെയാണ്. അതെ 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 വിളിച്ച് പറയാണ് ഇന്ത്യ എത്രത്തോളം വലുതായി എന്ന് പറയാനുള്ള. അല്ല, ഒരു രാജ്യത്തിൻ്റെ CEO എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആ CEO തന്നെയാണ് പറയേണ്ടത്, പ്രധാനമന്ത്രിയാണ് പറയേണ്ടത് ഇത് ഞങ്ങൾ ഇത്രയൊരു നേട്ടം ഉണ്ടാക്കി എന്നുള്ളത്. അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു അഭിമാന നിമിഷമാണത്. കാര്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരുവിധപ്പെട്ട എല്ലാ നമ്മുടെ ഇത്തരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളും വൻ വിജയമായി മാറി എന്നുള്ളത്. അത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ വിജയമാണ് അത്. മാത്രമല്ല ഇന്ത്യ എന്നൊരു ബ്രാൻഡ്, നമ്മൾ ബ്രാൻഡിന്റെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ബ്രാൻഡ് എത്രത്തോളം ഇപ്പൊ വലുതായി. കാരണം നമുക്ക് അങ്ങനെ കൂടെ നോക്കണം. നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പണ്ട് കുറെ കാര്യങ്ങൾ കേട്ട് നമ്മൾ നാണക്കല്ലോ. ഒന്നി ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തരം മറ്റു രാജ്യക്കാരെ വന്ന് ആർക്കും തോണ്ടിയിട്ട് പോകുന്നത് രാജ്യം, അങ്ങനെ പല കാര്യങ്ങളിലായിട്ട് നമുക്ക് നാണക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ഇപ്പം പല രംഗത്തായാലും ഇപ്പം ഡിഫൻസ് ഫോഴ്സ് ആയാലും നമുക്ക് എല്ലാം കൊണ്ട് അഭിമാനം നൽകുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ല ഇപ്പം കലാമേഖലയിലായാലും ഇപ്പം ചെസ്സിലൊക്കെ കണ്ടില്ല, ഇപ്പൊ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം, അതുപോലെ എല്ലാത്തിലും സമ്പൂർണ്ണമായിട്ട് നമുക്ക് എല്ലായിടത്തും ഒരു മേധാവിത്വം ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വളരും, അതിലെ രാജ്യവും ശ്രദ്ധേയമാവുള്ളൂ, അവിടെയുള്ള എല്ലാവർക്കും അത് ഗുണമാവുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിമാനം തന്നെയാണ് ഇന്ത്യ. ഇപ്പൊ നമുക്ക് ഏത് മേഖല എടുത്താലും നമുക്ക് സന്തോഷം നൽകുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ കണക്കുകൾ പറയുന്ന അനുസരിച്ച് 2070 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുന്നുള്ളത് അത്ഭുതപ്പെടാനില്ല. ഈ ഒരു ട്രാക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഓരോ ചുവട്ടുപടി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് രാഷ്ട്രീയം പറയേണ്ട അത് വെടിയാണ്. ഇന്ത്യയുടെ നേട്ടം എവിടെയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മൾ നേരത്തെ വെച്ച് കണക്കുകൾ വെച്ച് നോക്കുക, ഇന്ത്യ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്, അത് വെച്ചാണ് അവിടെ ചർച്ച. തീർച്ചയായും. അത് മാത്രമല്ല, ഈയിടയ്ക്ക് ഒരാൾ ഇങ്ങനെ സംസാരിക്കാൻ പറയായിരുന്നു, നമ്മൾ ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ എല്ലാം ഭയങ്കര നേട്ടം ഉണ്ടാക്കിയ. അപ്പോൾ അതേ തന്നെ പറയായിരുന്നു, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഓസ്കാർ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സിനിമയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു ഒരു കാലത്ത് നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടും ഇന്ത്യൻ സിനിമയ്ക്ക് എന്നുള്ളത്. അതൊരു മലയാളി അവിടെ ഓസ്കാർ അവാർഡ് നേടി. സത്യത്രയ്ക്ക് എനിക്കൊന്നും അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കാണെന്നാണ് പുരസ്കാരം കൊടുത്തത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അത് ആ ഭാഗത്ത് ആ സിനിമയുടെ മികവെടുത്ത് ഒരു അവാർഡ് കിട്ടുന്നത് ആ അവസ്ഥയിൽ പോലും നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ മുന്നേറുകയാണ്, അതൊരു സത്യമാണ്. അല്ല, അത് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ പോയി ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് ആരെ കളിയാക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അതിനൊന്നും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പേരിട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ റോക്കറ്റിനും ഈ ബഹിരാകാശ കേന്ദ്രങ്ങൾക്കും ഒന്നും. അത് ഒരുപക്ഷെ അതൊക്കെ തന്നെ അത് ഭരണാധികാരി തന്നെയാണ് ലോകത്തോടെ വിളിച്ച് പറയേണ്ടത്. ശരത്ത് പറഞ്ഞ പോലെ ഞങ്ങളിത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന്റെ കാര്യം അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ പണ്ട് ഇവിടെ ഒരു സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട്. അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലിന്റെ നായികയായിട്ട് വരുന്ന ആള് ഒരു വിദേശത്തെ ഒരു നടിയായിരുന്നു. അപ്പം എവിടെയാണെന്ന് ചോദിച്ചപ്പോ കേരളം എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുന്ന ഒരു ഇതുള്ള പോലും അറിഞ്ഞൂടാ, സംസ്ഥാനമുള്ള പോലും അറിയത്തില്ല അവർക്ക് കേരളം എന്ന് പറയുമ്പോൾ. കാരണം അത്ര രീതിയിൽ ബ്രാൻഡുണ്ട്. കാരണം ഒരു നമുക്ക് നോക്കും ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു ഇതായിട്ട് കിടക്കും. അപ്പൊ അവരന്നാണ് അറിയുന്നത് കേരളം എന്നൊരു ഇതുണ്ട്, സംസ്ഥാനം ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ അറിയുന്നത്. അന്ന് ഗൂഗിളില്ലല്ലോ, ഗൂഗിള് പോലും ഇല്ല. അപ്പൊ അവിടെ നിന്ന് നമുക്കിനെ അയ്യെന്ന് തോന്നിപ്പോകും. കാരണം കേരളത്തെ അറിഞ്ഞൂടാത്തവരുണ്ടോന്ന്. കാരണം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കേരളത്തിലാണ്. പുറം ലോകത്തിൽ നമ്മൾ അങ്ങനെ വലിയ ചർച്ചകളിലേക്ക് വരുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ആൾക്കാർ തിരിച്ചറിയണത് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ യേശുദാസ്, അങ്ങനെ കുറച്ച് പേരുകളിലൂടെയാണ് കേരളം എന്ന് ആ സമയത്തൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. അല്ലാതെ നമുക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പം നമുക്ക് കലയും സാഹിത്യ രീതിയിൽ ഒരുപാട് നമ്മൾ സമ്പന്നമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ അങ്ങനെ എടുത്തറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഇപ്പൊ പറയില്ലേ പ്രധാനമന്ത്രി വരവോടുകൂടി, അതുപോലെ ഇങ്ങനെ ഓരോ രീതിയിലും നമ്മൾ ശ്രദ്ധയാവുന്നതും നമുക്ക് നേട്ടമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ച സ്ഥലമുണ്ടല്ലോ, അത് വളരെ കൃത്യമാണ്. കാരണം നമ്മുടെ ബഹിരാകാശ ദൗത്യം ഇന്ത്യ ആരംഭിച്ച ആ സ്ഥാപനത്തിൽ വന്നാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളത്. അത് വളരെ നല്ലതാണ്. കാര്യം അതിനുവേണ്ടി ഡോക്ടർ സതീഷ് ധവാൻ, വസന്ത് ഗവാരിക്കർ,
വിക്രം സാരാഭായ്, എത്രയോ മഹാന്മാർ, ഡോക്ടർ അബ്ദുൽ കലാം, അങ്ങനെ അവർ ഒരുപാട് പേര് വേർപ്പൊഴുക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ സ്ഥലം. ഇവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ് അവരെല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഈ ഒരു വലിയൊരു പ്രഖ്യാപനം, ഇന്ത്യക്കാരൻ അവിടെ സ്പേസിൽ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് അത് വളരെ ഉചിതമാണത്. അതിൽ രാഷ്ട്രീയം കാണാൻ പോകുന്ന ശുദ്ധ വിഡിത്തമാണ്. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൃത്യമാണ്. ഏത് സ്ഥലത്തുനിന്ന് പ്രഖ്യാപിക്കണമെന്നുള്ളത് നമുക്ക് അത് പ്രധാനമന്ത്രി നമ്മൾ അഭിനന്ദിക്കണം. അല്ലെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ടയിൽ പോയി പ്രഖ്യാപിക്കാം. പക്ഷേ എവിടെയാണോ നമ്മൾ നമ്മുടെ ദൗത്യം ആരംഭിച്ചത്, നമ്മളെപ്പോഴും നമ്മുടെ വേരുകളിലേക്ക് നമ്മുടെ മടങ്ങണോ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം എന്ന് പറയും. സത്യമാണത്. നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടെ ചെന്ന് നോക്കണം. മാത്രമല്ല നമ്മളിപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറെ ഒന്ന് രണ്ട് ആളും കൂടെ ഉണ്ട്. നമ്മുടെ തുമ്പ അവിടെ VSSC തുടങ്ങുന്ന സമയത്ത്, അന്ന് എൻ്റെ പേര് VSSC എന്നല്ല, തുമ്പ റോക്കറ്റ് സ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് സ്ഥലം ഏറ്റെടുക്കൽ വന്നപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി വിട്ടുകൊടുക്കാൻ അന്ന് തിരുവനന്തപുരം ബിഷപ്പായിരുന്ന അദ്ദേഹം തയ്യാറായി. ബിഷപ്പ് പെരേര ആണോ എന്ന് സംശയമുണ്ട്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിഷപ്പ് പെരേര തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം എല്ലാം പൂർണ്ണ മനസ്സോടുകൂടി, പകരം ഞങ്ങൾക്ക് പള്ളി വെച്ചിടണമെന്നുള്ള അദ്ദേഹം ആവശ്യപ്പെട്ടില്ല എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തേക്ക് ഇത്ര ഒരു വലിയ ഒരു വികസനം വരുന്നു, ആ നാട്ടുകാർ സഹകരിച്ചു. കുറച്ച് ആളിന് തീർച്ചയായിട്ടും അവിടെ കുടിവയ്പ്പിക്കേണ്ടി വന്നിരിക്കാമെന്ന്. പക്ഷേ ആർക്കും അതിന് എതിർപ്പില്ലായിരുന്നു. അവരെല്ലാവരും അതിന് സഹകരിച്ചു. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ ആ ഒരു ദീർഘദർശിത്വവും അതല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു എന്താണ് രാജ്യത്തോടുള്ള സ്നേഹമൊക്കെ നമ്മളത് ഒന്ന് അനുഭവിക്കുന്നു. അത് വലിയ കാര്യം തന്നെയാണത്. നമ്മൾ ബഹിരാകാശ സത്യത്തിൽ ഒരു ഇന്ത്യക്കാരനെ ജനിച്ചതിൽ നമ്മളിപ്പോൾ ഓരോ ദിവസവും അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതല്ലേ നമ്മൾ ഓരോ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങൾ ലോകത്തെവിടെ പോയി പറഞ്ഞാൽ ഇന്ത്യക്കാരനാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അത് സത്യമാണ്. നമ്മളെല്ലാ മേഖലയിലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വളരുന്നുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ ഏതായാലും VSSCയിൽ ഇന്ന് നടന്ന പ്രധാനമന്ത്രി ചടങ്ങ്. ഇതിലിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആയുധമാക്കി മോദിയുടെ വരവ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് വീണ്ടും കേരളത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയാണ്, ഇപ്പം അജണ്ട എന്താണ്, അങ്ങനെയൊക്കെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ചയാക്കേണ്ടത്. ഇവിടെ ഇപ്പം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. ഇവിടെ ഒരു എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പോലും പങ്കെടുത്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നേട്ടങ്ങൾ വെച്ചിട്ട്, അതുപോലെ പ്രധാനമന്ത്രി ഒരിക്കലും പറയുന്നില്ല ഇത് BJP സർക്കാരിന്റെ ഇതാണ്, അതുകൊണ്ട് BJP സർക്കാരാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നത്, BJP സർക്കാരിന്റെ കഠിനാധ്വാനമാണ് ഈ ചന്ദ്രനിലേക്ക് പോയതും അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളെ ഇപ്പം ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതൊന്നും അവകാശമൊന്നും പറയുന്നില്ല. അദ്ദേഹം കാണിക്കുന്നത് ചിലപ്പോൾ ഇവരുടെ, കാരണം ഓരോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് ഇവരുടെയൊക്കെ നട്ടല്. കാരണം പല മിഷനുകളും എനിക്ക് തോന്നുന്നു ഈ മംഗൾയാൻ പോലും അന്ന് ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിലാണ് അവർ ചുരുക്കി എനിക്ക് 400 കോടിക്ക് എന്തോ ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ കൈ അയച്ചാണ് ഇവരെ സഹായിക്കുന്നത്. ഇവർ പറഞ്ഞ എത്രയാണ് എഴുതിയെന്ന് കൊടുക്കും. അവരെ ഇന്ത്യയുടെ പരിമിതികളുണ്ട്. അപ്പം നമുക്ക് നട്ടലുള്ള ഒരു ഭരണാധികാരി വേണം. അതായത് ഇത്രയും ബജറ്റിനകത്ത് ഒതുക്കി അപ്പം നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പറങ്ങൾക്ക് അനുസരിക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുന്ന രീതിയിലുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ധൈര്യപൂർവ്വം പറയാം, അത്തരം കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഇതുകൂടെ അടിത്തറകളെ മനസ്സിലാക്കി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നിടത്തുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ചെയ്തത് നേട്ടമായിട്ട് അവർക്ക് മാറിയാലും ഇതിൽ തെറ്റില്ല. ഇപ്പൊ സർക്കാരിന് തന്നെ അവര് ഞാൻ പറയില്ല, ഇതുപോലെ അവരുടെ വികസനം ആൾക്കാർക്ക് മനസ്സിലായി അതൊരു വോട്ടായി മാറിയാലും അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അത് കൊടുക്കും. തീർച്ചയായും നമ്മൾ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഇത്രയും ശക്തരായി മാറുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കൂ, കാർഗിൽ യുദ്ധം വന്നതുപോലെ വേറെ എന്തെങ്കിലും സംഭവം നടന്നാൽ അതിനെ നേരിടാനൊക്കെ ഉള്ള എല്ലാ ശേഷി ഇന്നും നമുക്കുണ്ട്. നേരെ തിരിച്ച് ഇവർ പറയും പോലെ ഡിഫൻസിനൊന്നും ഒരു പൈസ ബാക്കി നീക്കി വയ്ക്കാൻ പാടില്ല, ഇതെല്ലാം ബാക്കി കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അന്ന് പറയില്ലേ നിങ്ങൾക്ക് പ്രതിരോധ മേഖല നോക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയില്ലേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രതിരോധ മേഖല നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. കാരണം അത് നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതല്ലാതെ പ്രധാനമന്ത്രി പ്രസിഡന്റ് മാത്രം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് ഇന്ന് നമ്മളെ തൊടാൻ ഒരു രാജ്യവും ധൈര്യം കാണിക്കില്ല. നമ്മൾ ഇതൊരു വികസനമാണെന്ന് പറയാം. കാരണം ഈ ഒരു ശത്രു രാജ്യം ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ നേരത്തെ വിക്ഷേപിച്ച സാറ്റലൈറ്റുകളുണ്ട് നമുക്ക് തുണയായിട്ട്, സിഗ്നലുകൾ തരാനും എവിടേക്ക് ആരൊക്കെ വരുന്നു അറിയിക്കാനും. നേരെ തിരിച്ച് അവര് ഭയക്കുന്നതാണ്. അവരെ സംബന്ധിച്ച് അവർ ഇത് ഇന്ത്യയോളം വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മടിക്കും. പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് ആർക്കും നിരങ്ങാം, മറ്റേ നമുക്ക് സ്ഥിരം അതിർത്തിയുള്ള പ്രശ്നങ്ങളൊക്കെ കാര്യമില്ല. ഇപ്പം ഇതൊക്കെ ഒരു വികസനത്തിന്റെ ഭാഗമാണ്. നമ്മളെ ജനങ്ങൾ സ്വൈര്യമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ഈ ടെക്നോളജിയുടെ പേരിൽ പൈസ ചെലവാക്കുന്നു എന്നുള്ളൊരു ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പം അത് പറയാൻ കാരണം തന്നെ അത്രയും സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയോണ്ട് മാത്രമാണ്. ഒപ്പം നമ്മൾ ഈ പ്രധാനമന്ത്രി ഇന്ന് വന്ന ISROയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് പരാമർശിച്ച് പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അവിടെ അദ്ദേഹം രാഷ്ട്രീയം തന്നെയാണ് പ്രസംഗിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസും CPM
കേരളത്തിൽ ഈ ശത്രുക്കളായി അഭിനയിക്കുകയാണ് എന്നുള്ളതാണ്. ഡൽഹി ചെല്ലുമ്പോൾ ഇവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. അത് സത്യമാണല്ലോ, അത് സത്യമാണ്. മാത്രമല്ല ഈ കുടുംബവാഴ്ച രണ്ടിടത്തും കോൺഗ്രസ്സിലാകട്ടെ CPM-ലാകട്ടെ കുടുംബവാഴ്ച ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ CPM കുടുംബവാഴ്ച ഏതാണെന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഊഹിക്കാൻ കഴിയാതാണെന്നുള്ളത്. ഒപ്പം ഒരു കോൺഗ്രസ് ആകട്ടെ ഒരു കുടുംബത്തിൻ്റെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ താല്പര്യങ്ങളെ ഇല്ലാതാക്കുകയായിരുന്നു എന്നൊക്കെ പ്രസംഗിച്ചു. മാത്രമല്ല കേരളത്തിൽ അദ്ദേഹം എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരട്ടാക്കം വിജയം ഉണ്ടാകുമെന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ BJP നേതൃത്വം സംബന്ധിച്ച് അത് വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. കാരണം പ്രധാനമന്ത്രിയാണ് പ്രസംഗിച്ചിട്ട് പോയിരിക്കുന്നത്. അത് പാലിക്കുക എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു എന്താണ് അവരുടെ ഉത്തരവാദിത്തമായി മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. അവരപ്പോൾ ഈ സീറ്റ് കുറയുകയോ സീറ്റ് കിട്ടാതെ വരികയോ ചെയ്താൽ അത് വളരെ സംസ്ഥാന നേതൃത്വം സംബന്ധിച്ച് അങ്ങേറ്റം മോശമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു അതൊക്കെ തന്നെയായിരിക്കും പ്രധാനമന്ത്രി വളരെ കൃത്യമായി ആ പ്രഖ്യാപനം നടത്തിയിട്ട് പോയത്. നല്ല രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. പക്ഷേ വേറെ വ്യക്തിപരമായ പരാമർശങ്ങളൊന്നും തന്നെ അദ്ദേഹം നടത്തിയില്ല. വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ പ്രസംഗം തന്നെ നടത്തി. എന്നിട്ടാണ് പ്രധാനമന്ത്രി പോയത്. അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെയും ഇന്ന് നാളെയൊക്കെ തന്നെ രാഷ്ട്രീയ യോഗങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം പലരും BJP-യിൽ ചേരാനൊക്കെ വരുന്നുണ്ട്, പ്രധാനപ്പെട്ടവരൊക്കെ. അതുപോലെ ഇപ്പോൾ GK വാസൻ്റെ പാർട്ടി TMC തമിഴ് മാനില കോൺഗ്രസ് അവർ NDA-യിൽ ചേരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ഈ പ്രധാനമന്ത്രി യാത്രകളിൽ ഈ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പരിപാടികളും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്തായാലും നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം ഒഴിച്ചു ചേർത്താൻ പറ്റില്ല ഒരിക്കലും. അത് മറ്റൊരു ഭാഗം. അന്നേരം പക്ഷേ പ്രധാനമന്ത്രി ISRO ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞില്ല. അതേസമയം ഇപ്പുറത്ത് BJP-യുടെ സമ്മേളനത്തിനാകട്ടെ അദ്ദേഹം വളരെ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു പ്രധാനപ്പെട്ട നല്ലൊരു ദിനമാണെന്ന് നമ്മുടെ ഒരു മലയാളി ഉൾപ്പെടെയുള്ളവർ ബഹിരാകാശത്ത് പോവുക എന്നുള്ള നമ്മുടെയൊക്കെ വലിയൊരു ചിരകാല അഭിലാഷം, നമ്മുടെ വലിയ ആഗ്രഹം പൂർത്തിയാവുകയാണ്. അതിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ISROയ്ക്ക് തുടക്കം കുറിച്ച തിരുവനന്തപുരത്ത് തന്നെ വന്ന് തുമ്പയിൽ വന്ന് അവിടുത്തെ VSSC-യിൽ വന്ന് ഇക്കാര്യം പ്രഖ്യാപനം നടത്തി എന്നുള്ളത് നമ്മൾ അതീവ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാം വിക്രം സാരാഭായിക്കും ഡോക്ടർ അബ്ദുൽ കലാമിനും അതിന് വസന്ത് ഗവാരിക്കർ, സതീഷ് ധവാൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. ഒപ്പം ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കുകയും ചെയ്യാം. നമസ്കാരം.